ഹായ്, എല്ലാവർക്കും ഇന്നത്തെ റേമയിലേക്ക് സ്വാഗതം. വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം. നമ്മളങ്ങനെ ശ്രവിക്കുന്ന ഓരോ വചനത്തിനെയാണ് റേമാവചനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ റേമാവചനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം തന്നെ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കേൾക്കുന്ന വചനത്തിലൂടെ നമുക്ക് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നവരായി തീരുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവായ ദൈവമേ, വചനമാകുന്ന യേശുവിലൂടെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കണമേ. യേശുവാകുന്ന സത്യത്തെ ലോകം മുഴുവൻ പ്രഘോഷിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെ ഒരു പുതിയ രൂപത്തിൽ ആക്കിയെടുക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ നിരന്തരം യേശുവാകുന്ന സത്യത്തെ മാത്രം പിൻചൊല്ലുന്നവരായി തീരുകയും ചെയ്യണമേ. നമുക്കെല്ലാവർക്കും മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനത്തിൻ്റെ അമ്മയായ മറിയമേ, ഞങ്ങളിൽ വചനം നിറയാൻ അമ്മ നിരന്തരം അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. നമ്മൾ വചനം കണ്ടെത്തുന്നത് ഈ ബൈബിളിൽ നിന്നാണ്. ഇതൊരു ഇംഗ്ലീഷിലുള്ള പോക്കറ്റ് എഡിഷൻ ബൈബിളാണ്. ഇതിൽ പുതിയ നിയമവും സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉള്ള ചെറിയൊരു ബൈബിളാണ്. ഇത്രയും ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം കണ്ടെത്തുന്നത്. കണ്ടെത്തിയ വചനം നമ്മൾ മലയാളത്തിലുള്ള POCയുടെ മൊബൈൽ ബൈബിൾ ആപ്ലിക്കേഷൻ വഴിയാണ് വായിക്കുന്നത്. വായിച്ച് നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വചനം കണ്ടെത്താം. ഈ ഭാഗത്തു നിന്നാണ് വചനം എടുക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തു നിന്നാണ് നമ്മൾ വചനം എടുക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. ഇതാണ് നമുക്ക് കിട്ടിയ വചനം. പിന്നത് യൂദാസിനെ, അതായത് യൂദാസിൻ്റെ സ്ഥാനത്തേക്ക് വേറൊരു അപ്പസ്തോലനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ തുടക്കമാണത്. കർത്താവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. അപ്പം നമുക്ക് ഈ ധാരണ പലപ്പോഴും ഇല്ല. നമ്മുടെ ഹൃദയങ്ങളെ ദൈവം അറിയുന്നു എന്നുള്ളൊരു ധാരണ നമുക്ക് ഇല്ല. എന്തുകൊണ്ടില്ല? കാരണം നമ്മുടെ പ്രവൃത്തികൾ അതുപോലെയാണ്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എത്രമാത്രമാണ്, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന് കൊടുത്ത വില എന്തോരമുണ്ട് എന്നൊക്കെ ദൈവത്തിന് അറിയാം. അപ്പോൾ നമുക്ക് ആ ധാരണയില്ല. ദൈവത്തിന് നമ്മളെ പറ്റി അറിയാമെന്നുള്ള ധാരണ നമുക്കില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് അതാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് അറിയുന്നുണ്ട് എന്ന ധാരണയിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ആമേൻ.